തൃശൂരിൽ ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ലൂർദ് പള്ളിയിലേക്ക് സുരേഷ് ഗോപി എത്തിയത്. മുരളി മന്ദിരത്തിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്നും ഗുരുസ്ഥാനീയനായ നേതാവിന്റെ അനുഗ്രഹം തേടി എത്തിയതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന് അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വി എസ് ഗോകുൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ തെരഞ്ഞെടുപ്പിന് ആ പ്രചാരണ സമയത്തെ കിരീടവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം വീണ്ടും മാതാവിനെ കാണാൻ വരും എന്നായിരുന്നു. അത് ഇന്നുണ്ടായി. തീർച്ചയായും, അതായത് തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം വീണ്ടും സുരേഷ് ഗോപി മാതാവിനെ കാണാൻ വീണ്ടും വന്നു. മാതാവിന് സ്വർണ്ണക്കൊന്ത സമ്മാനിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. അത് മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിന് അദ്ദേഹം പ്രാർത്ഥന അർപ്പിക്കുകയും കൂടി ചെയ്തു. ഇതിൽ രാഷ്ട്രീയമായ ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ലൂർദ് പള്ളിയിൽ ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ സന്ദർശനം, അതിന്റെ വിവാദവും സ്വർണ്ണക്കിരീടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ആ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം വീണ്ടും വരുന്നുണ്ട്. ആ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും വരികയും ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമ്മാനിക്കുകയും ചെയ്തു.